പ്രണയ ഋതു അഗ്നിയുടെ സ്വന്തം ഡെവിൾ. ഒരുപാട് നേരം കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ കിച്ചുവിന് പുലർച്ചെ കിട്ടിയ പഞ്ചിൻ്റെ വേദനയും ഉറക്കമില്ലായ്മയും എല്ലാം അവനെ വല്ലാതെ എഫക്റ്റ് ചെയ്തിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവനിൽ നിദ്രാദേവി കടാക്ഷിച്ചു. ഉറക്കം ഉണർന്നിട്ടും അവൻ എഴുന്നേക്കാതെ അവിടെ തന്നെ കിടക്കുന്നത് കണ്ട് വിഷ്ണുവും ആദിയും പരസ്പരം ഒന്ന് നോക്കി. എന്നിട്ട് അവനോടായി, കിച്ചൂട്ടാ, നീ എഴുന്നേക്കുന്നില്ലേ? കുളിച്ച് ഫ്രഷായേ? വിച്ചു അവനോടായി പറഞ്ഞതും കേട്ട മട്ടുപോലും കാട്ടാതെ കിച്ചു അങ്ങനെ തന്നെ കിടന്നു. എന്തോ സംസാരിക്കാൻ വാ തുറന്നതും വല്ലാത്ത വേദന. അവൻ്റെ മുഖം ചുളിഞ്ഞു. അത് കണ്ട് ആദി, നിനക്ക് വേദനയുണ്ടോടാ? അത് ചോദിച്ചതും അവനെ കളിയാക്കുന്നത് പോലെയാണ് കിച്ചുവിന് തോന്നിയത്. കിച്ചു അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നത്? ആദി ചോദിച്ചതും കിച്ചു വിച്ചുവിന് നേരെ തിരിഞ്ഞ്, വിച്ചേട്ടാ, ഏട്ടനെ ഈ പൊന്നാര അനിയനെ വേണമെങ്കിൽ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകും, ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ കാലുമൊക്കെ ഉണ്ടല്ലോ. മൂക്ക് വയ്യെങ്കിൽ എന്താ? അവൻ്റെ പറച്ചിലിനൊന്നും ഒരു കുഴപ്പവുമില്ല. ആദ്യം അല്പം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റതും, എൻ്റെ പൊന്നാദി, അവനോ വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, നീ പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കൂടെ ചോദിച്ചാലോ? എൻ്റെ പൊന്ന് വിച്ചേട്ടാ, അവന് വേദനയുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിനെ കാണിക്കാം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ആദ്യം തൻ്റെ ഭാഗം വിച്ചുവിൻ്റെ മുമ്പിൽ വ്യക്തമാക്കിയതും അതേസമയം തന്നെ ഡോറിലൊരു നോക്ക് കേട്ട് വിച്ചു ചെന്ന് ഡോർ ഓപ്പൺ ചെയ്തു. മുന്നിൽ നിൽക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടപ്പോൾ അവൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. എങ്കിലും അവളുടെ സുന്ദരമായ മുഖയും നിഷ്കളങ്കമായ ചിരിയും കണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു. ആ കുഞ്ഞിപ്പെണ്ണിനോട് ആ ഒറ്റ നോട്ടത്തിൽ തന്നെ വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവും അവന് തോന്നി. അവനെ നോക്കി മനോഹരമായി ചിരിക്കുന്ന ആ പെൺകുട്ടി, ഏട്ടൻ എന്നെ ഓർമ്മയുണ്ടോ? അവനോടായി അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിച്ചതും അവനൊരു അത്ഭുതം പോലെ തോന്നി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. ഇത് അഭിയേട്ടനില്ലേ ഇവിടെ? വിച്ചുവിനെ മോക്കെങ്ങനെ അറിയാം? അത്രയും പറഞ്ഞപ്പോൾ തന്നെ അകത്തു നിന്നും, മോളെ മുന്തിരി, ഇനി അകത്തോട്ട് കയറി വാ, ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ സംസാരത്തിലെ മാറ്റം കണ്ടതും മുന്തിരി അല്പം പരിഭ്രമത്തോടു കൂടി തന്നെ മുന്നിൽ നിൽക്കുന്നവൻ്റെ അനുവാദം ചോദിക്കാതെ തന്നെ റൂമിലേക്ക് ഇടിച്ചു കയറി. അവൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അയ്യോ, ഇതെന്തു പറ്റി എൻ്റെ ഏട്ടൻ്റെ മുഖത്ത്? അവൾ കണ്ണു നിറച്ച് അവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന്. ആ പെണ്ണിൻ്റെ ആ ഭാവം കണ്ടതും കിച്ചുവിന് വല്ലാത്ത ഒരു അലിവ് അവളോട് തോന്നി. തൻ്റെ ആരുമല്ല, കൂടപ്പിറപ്പ് പോലുമല്ല, എന്നിട്ടും തനിക്കൊരു വിഷമം. തൻ്റെ ശരീരമൊന്ന് നൊന്തപ്പോൾ തനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ, തന്നോട് ഇത്രത്തോളം സ്നേഹത്തോടെ സംസാരിക്കാൻ ഒരുവൾ. അത് ഓർത്തപ്പോൾ തന്നെ വല്ലാത്തൊരു കുളിര് അവനെ പൊതിയുന്നത് പോട്ട് തോന്നി. ആദ്യം വിഷ്ണുവും കൂടാതെ തൻ്റെ ദുഃഖത്തിൽ തനിക്കൊപ്പം നിൽക്കാൻ ഒരുവൾ കൂടി. അവനുള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി. പരിചയപ്പെട്ടിട്ട് ദിവസങ്ങൾ മാത്രം, അതിനുള്ളിൽ താൻ അവളുടെ ഏട്ടനായി. അവൾ മറ്റുള്ളവരെ പോലെ വാക്കിലൊതുക്കിയ ഒരു ഏട്ടൻ എന്നൊരു സ്ഥാനമല്ല, അവൾ ഹൃദയത്തിൽ തട്ടി തന്നെയാണ് അവന് ഏട്ടൻ എന്ന സ്ഥാനം. അതും അവളുടെ സ്വന്തം ഏട്ടനായി തന്നെയാണ് അവൾ അവനെ കാണുന്നതെന്ന് മനസ്സിലാക്കിയതും അവൻ്റെ കണ്ണുകളൊന്ന് നിറഞ്ഞു. തനിക്ക് ഇന്ന് വരെ അന്യമായി നിന്നിരുന്ന ഏട്ടൻ എന്ന സ്ഥാനം, ഒരു കുഞ്ഞി പെങ്ങളിൽ നിന്നും കിട്ടേണ്ട സ്നേഹം എല്ലാം തനിക്കിപ്പോൾ ആവോളം ലഭിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ വിച്ചുവിനെ നോക്കി. അവിടെയും അതേപോലെ തന്നെ ഒരു പുഞ്ചിരി തൂകിയ അവരെ ഇരുവരെയും നോക്കി നിൽക്കുക. എന്നാൽ ആദി പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ലാതെ ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ചെക്കൻ. അവന് ഇതുപോലുള്ള ഫീലിങ്സ് ഒന്നും അറിയില്ല. എന്നെപ്പോലെ അല്ല എങ്കിൽ എന്നേക്കാൾ കൂടുതൽ അനാഥത്വം, ആരുമില്ലാതെ എല്ലാവരുമാൽ തള്ളിക്കളഞ്ഞ ഒരുവൻ. അവൻ്റെ മനസ്സും അവൻ്റെ വിഷമവും മനസ്സിലാക്കിയതുപോലെ വിഷ്ണു അവൻ്റെ തോളിലൊന്ന് കൈവച്ചു. മുന്തിരി അവരെ മൂവരെയും മാറി മാറി നോക്കി. അത് കണ്ടതും കിച്ചു, എൻ്റെ മൂക്ക് ഒന്ന് ഡോറിൽ തട്ടിയതാ, അല്ലാതെ വേറെ ഒന്നുമില്ല പെണ്ണേ, നീ ഇങ്ങനെ കരയാനേ. മുന്തിരി കിച്ചുവിനെ ഒന്ന് നോക്കി. അവൻ്റെ മൂക്കിലെ പഞ്ച് ചെയ്ത ഭാഗത്ത് ഒരടയാളം കണ്ടതും അത് ആരുടെ എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനിൽ നിന്നും അല്പം ഒന്ന് അകന്ന് കൈകെട്ടി അവനെ രൂക്ഷമായി നോക്കി. എന്താ പെണ്ണേ നീ ഇങ്ങനെ നോക്കുന്നേ? കിച്ചു മുന്തിരിയോടായി ചോദിച്ചു. എന്താ പറഞ്ഞേ? മൂക്കിൽ എന്ത് പറ്റിയെന്നാ? മൂക്ക് ഡോറിലൊന്ന് തട്ടി, അല്ലാതെന്താ? അതേ കള്ളം തന്നെ വീണ്ടും ആവർത്തിച്ചപ്പോൾ മുന്തിരിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവൾ തൻ്റെ പെരുവിരലും ചൂണ്ടുവിരലും ഒന്നിച്ചു ചേർത്ത് അബിയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മൂക്കിന് ഒരു തട്ട് കൊടുത്തു. കിച്ചു നിലവിളിച്ചു പോയി.
അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ചാലിട്ടൊഴുകാൻ തുടങ്ങി. വേദന കൊണ്ട് കിച്ചു മൂക്ക് തപ്പിപ്പിടിച്ചു. വിച്ചു ഒന്ന് ഞെട്ടി. മുന്തിരിയുടെ അടുത്തു വന്ന്, നീ എന്താ ഈ കാട്ടിയത്? നല്ല വേദനയുണ്ട് അവന്. കൂടെ നീ തട്ടുകയും കൂടെ ചെയ്തതും. എന്നോട് കള്ളം പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. ഈ കിച്ചുവേട്ടൻ്റെ മൂക്കിൽ ആരാ പഞ്ച് ചെയ്തതെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ എന്നോട് കള്ളം പറഞ്ഞാൽ ഞാൻ ഇതല്ല ചെയ്യൂ. അതിരിക്കട്ടെ, എന്ത് തല്ലുകൊള്ളിത്തരം ചെയ്തിട്ടാ ഈ സമ്മാനം കിട്ടിയത്? കിച്ചു നെറ്റി ചുളിച്ച് അവളെ നോക്കി. വേണ്ടാതീനമൊന്നും ഞാൻ കാട്ടിയിട്ടില്ല. പിന്നെങ്ങനെയാ ഇത് കിട്ടിയേ? വേദ ചേച്ചി ചുമ്മാ ഒന്നും ആരെയും കൈകാര്യം ചെയ്യാറില്ല. മുന്തിരി പറഞ്ഞ് അതേ സമയം തന്നെയാണ് ആദ്യം ബാത്റൂം തുറന്ന് പുറത്തേക്ക് വരുന്നത്. അവൻ കാണുന്നത് കിച്ചുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു കുഞ്ഞിപ്പെണ്ണും ഇതെല്ലാം കണ്ട് കിളിപാറി നിൽക്കുന്ന വിച്ചുവിനെയുമാണ്. ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ആദി വിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് തട്ടി എന്തെന്ന് ആംഗ്യത്തിൽ ചോദിച്ചതും പറയാമെന്ന് ആംഗ്യത്തിൽ തന്നെ ആദിക്ക് മറുപടി കൊടുത്തതും ആദിയും മുന്തിരിയെ നോക്കി നിന്നു. വേദയോ? കിച്ചു വേദനയിലും മുന്തിരിയോട് ചോദിച്ചു. നല്ല ബേഷായി കിട്ടിയിട്ടുണ്ടല്ലോ വേദ ചേച്ചിയുടെ കയ്യിൽ നിന്നും എന്ന് പറഞ്ഞ് മുന്തിരി കിച്ചുവിനെ ഷർട്ടിന് പുറമെ തന്നെ അവനെ ഒന്ന് സ്കാൻ ചെയ്തു. അതിനുശേഷം കൈയും കാലുമെല്ലാം പിടിച്ചു നോക്കി. അവന് അവിടെയൊന്നും പെയിൻ ഇല്ല എന്ന് കണ്ടതും അവൾക്ക് മനസ്സിലായി വേദയ്ക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതുകൊണ്ടാണ് ഒരു പഞ്ചിൽ ഒതുക്കിയതെന്ന്. അവൾ വിച്ചുവിനും ആദിക്കും കിച്ചുവിനും നേരെ തിരിഞ്ഞ്, വേദ ചേച്ചിക്ക് എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ, അല്ല എങ്കിൽ ഈ ഒരു പഞ്ചിലൊന്നും ഒതുങ്ങുന്നതല്ല. അവൾ പറഞ്ഞു തീർന്ന അതേ സമയം തന്നെ ഡോറിൻ്റെ അടുത്ത് ഒരു കുലുസിൻ്റെ ശബ്ദം കേട്ടത്. അങ്ങോട്ട് നോക്കി ഒരു പെൺകുട്ടി കയ്യിൽ ഒരു ചെറിയ പാത്രവുമായി വന്നു നിൽക്കുന്നു. അവിടെ നിൽക്കുന്ന മുന്തിരിയെ കണ്ടതും ആംഗ്യം കാട്ടി. മുന്തിരി അവളെ ആംഗ്യത്തിൽ തന്നെ അകത്തേക്ക് വിളിച്ചു. വേദന കൊണ്ട് മൂക്കും തപ്പി കണ്ണുമടച്ചിരിക്കുന്ന കിച്ചു കുലുസിൻ്റെ ശബ്ദം കേട്ടതും കണ്ണു തുറന്നു. മുന്നിൽ ചെറു ചിരി തൂകി മുന്തിരിയോട് എന്തൊക്കെ ആംഗ്യഭാഷയിൽ പറയുന്ന പെണ്ണിനെ കണ്ട്. ധാവണിയാണ് അവളുടെ വേഷം. സുന്ദരമായ കുഞ്ഞു മുഖവും നല്ല ചാമ്പങ്ങ ചുണ്ടും കുഞ്ഞി കണ്ണ് വാലിട്ട് നീട്ടി എഴുതി നെറ്റിയിലൊരു ചന്ദനക്കുറിയും അരയോളം കിടക്കുന്ന നീണ്ട ഇടതൂർന്ന മുടിയും ചെവിയിലൊരു പൊട്ടുപോലെ ഒരു കുഞ്ഞി കമ്മലും. അവൾ ആ റൂമിലേക്ക് പ്രവേശിച്ചതും അവളുടെ മനം മയക്കുന്ന ഗന്ധം ആ റൂം ആകെ പരന്നു. കിച്ചു ആ സുഗന്ധം ആവോളം മൂക്കിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്തു. അവൻ്റെ ആ പ്രവൃത്തിയെല്ലാം ഇടം കണ്ടിട്ട് മുന്തിരി കാണുന്നുണ്ടായിരുന്നു. അവളിൽ ഒരു ചെറിയൊരു ചിരി വിരിഞ്ഞു. പിന്നെ ബാക്കി 3 പേർക്കും നേരെ തിരിഞ്ഞ്, ഇത് നന്ദിത എന്ന എൻ്റെ നന്ദേച്ചി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേദ ചേച്ചിക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നന്ദിത ചേച്ചിയുടെ കയ്യിൽ ഈ മരുന്ന് കൊടുത്തു വിട്ടേക്കുന്നത്. മുന്തിരി നന്ദിതയ്ക്ക് നേരെ തിരിഞ്ഞ്, ചേച്ചി ഈ മരുന്ന് ഒന്ന് പുരട്ടി കൊടുക്കാമോ പ്ലീസ്? നന്ദിതയോടായി മുന്തിരി പറഞ്ഞത്. മുന്തിരി അടുത്ത് നിന്ന ആദിയെയും ബിച്ചുവിനെയും ഒന്ന് നോക്കി. പിന്നെ കിച്ചുവിനെ നോക്കിയപ്പോൾ അപ്പോഴും ചെക്കൻ നന്ദിതയെ വായി നോക്കുന്ന തിരക്കിലായിരുന്നു. അവൻ്റെ ഇരിപ്പും നോട്ടവും കണ്ട് നന്ദിത പറ്റില്ല എന്ന് തലയാട്ടി. മുന്തിരി ചെറുതായി അവൻ്റെ മൂക്കിൽ ഒരു തട്ട് കൊടുത്തു. കിച്ചു പെട്ടെന്ന് തന്നെ വീണ്ടും ഞെട്ടി മുന്തിരിയെ നോക്കി. അവൾ അവൻ്റെ ചെവിക്കരികിലേക്ക് ചെന്ന്, ഒരു മയത്തിലൊക്കെ ഒന്ന് ചോരയൂറ്റ്, നമുക്ക് സെറ്റാക്കാം. അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. നന്ദിയോടെ അവൻ മുന്തിരിയെ ഒന്ന് നോക്കി. അവൾ കണ്ണിറുക്കി കാട്ടിക്കൊണ്ട് മുന്തിരി നന്ദിതയ്ക്ക് നേരെ തിരിഞ്ഞ്, ചേച്ചി ചേട്ടൻ ഇപ്പോൾ തന്നെ ഒരുപാട് വേദന സഹിച്ച് ഇപ്പോഴും വേദനയുണ്ട് അല്ലേ ചേട്ടാ? അവൾ കിച്ചുവിനോടായി ചോദിച്ചതും കിച്ചു ഉണ്ടെന്നർത്ഥത്തിൽ മൂക്കും തപ്പി പിടിച്ച് മുഖമൊന്ന് ചുളിച്ചു കാണിച്ചു. പാവം ചേട്ടൻ ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഒരുപാട് വേദന അനുഭവിച്ചു. ഇനി ആ പാവത്തിന് വേദന സഹിക്കാൻ പറ്റില്ല. ചേച്ചി ആ മരുന്നൊന്ന് തേച്ചു കൊടുത്തേക്ക്. അത്രയും പറഞ്ഞ് അവൾ വിച്ചുവിൻ്റെ ആദിയുടെ അടുത്തേക്ക് ചെന്നു. നന്ദിത തിരിഞ്ഞ് അവരെ മൂവരെ നോക്കിയപ്പോൾ 3 പേരും സംസാരിക്കുന്ന തിരക്കിലാണ്. നന്ദിത കിച്ചുവിനെ നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കിയിരിക്കുന്ന കിച്ചുവിനെ കണ്ടതും അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. കയ്യിലുള്ള മരുന്നും പാത്രവും അവന് നേരെ നീട്ടി ആംഗ്യത്തിൽ മരുന്ന് പുരട്ടാൻ പറഞ്ഞു. അവന് മനസ്സിലായി. എങ്കിലും അവൻ മനസ്സിലാകാത്ത രീതിയിൽ അങ്ങനെ ഇരുന്നു.
അവൾ ഒന്നുകൂടി കുറച്ചുകൂടി മനസ്സിലാകത്തക്ക രീതിയിൽ അവനോട് പറഞ്ഞതും അവന് മനസ്സിലാകാത്ത രീതിയിൽ തന്നെ അവൻ വീണ്ടും വന്ന് ആക്ട് ചെയ്തു. പാവം നന്ദിത, തൻ്റെ ആംഗ്യഭാഷ കിച്ചുവിന് മനസ്സിലായില്ല എന്ന് ആ പാവം കരുതി. അവൾ മെല്ലെ തൻ്റെ വലത് കൈയിലിരുന്ന മരുന്നും കൂട്ടവും ഇടത് കൈയിലേക്ക് മാറ്റി വലത് കൈയിൽ അല്പം മരുന്നാക്കി വിറയലോടെ കിച്ചുവിൻ്റെ മൂക്കിൽ പുരട്ടാൻ തുടങ്ങി. നന്ദിതയുടെ വിരലിൻ്റെ മാർദ്ദവം അനുഭവിച്ചതും അവൻ കണ്ണുകൾ അടച്ചു അനങ്ങാതെ ഇരുന്നു. കണ്ണിൽ പറ്റാതെ പതിയെ ശ്രദ്ധാപൂർവം മൂക്കിൻ്റെ ഇരുഭാഗങ്ങളിലും പതിയെ മൂക്കിൻ്റെ അഗ്രഭാഗത്തും മരുന്ന് പുരട്ടി. പതിയെ ഫെദർ ടച്ച് എന്ന പോലെ അത്ര മൃദുവായി അവൾ ശ്രദ്ധാപൂർവം തേച്ച് നൽകി. മൂക്കിൻ്റെ അഗ്രഭാഗം നന്നായി ചുമന്ന് രക്തം കട്ടയായി കിടക്കുന്ന രീതിയിൽ കറുത്ത നിറത്തിൽ വന്നിരിക്കുന്നു. അവൾ ആ ഭാഗങ്ങളിൽ മരുന്ന് നന്നായി അപ്ലൈ ചെയ്തു. മരുന്ന് പുരട്ടുന്നതിനിടയിൽ കിച്ചുവിൻ്റെ ചുണ്ടിൽ അറിയാതെ നന്ദനയുടെ കൈയൊന്ന് തട്ടിയതും അത്രയും നേരം കണ്ണടച്ചിരുന്നവൻ പെട്ടെന്ന് കണ്ണ് വലിച്ചു തുറന്ന് തൻ്റെ മുന്നിൽ ഇത്ര അടുത്ത് നന്ദിതയുടെ മുഖം കണ്ടതും കിച്ചു അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു. നല്ല വെളുത്ത നിറം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കറുത്തതുമല്ല. ഇരുനിറമാണെന്നും പറയാൻ പറ്റില്ല. അതിനെല്ലാം ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയം കളർ എന്ന് വേണമെങ്കിൽ പറയാം. മുഖത്ത് അങ്ങോളം ഇങ്ങോളവുമായി വിയർപ്പ് സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവൻ അവളെ ഒന്ന് നോക്കി. അവളുടെ കൈ വല്ലാതെ വിറയ്ക്കുന്നതായി അവന് തോന്നി. അവൻ ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോൾ തൻ്റെ നിശ്വാസം അവളുടെ കയ്യിൽ തട്ടുന്നതിൻ്റെ വെപ്രാളമാണ് പെണ്ണിന്. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് പെണ്ണിൻ്റെ കൈ അവൻ്റെ ചുണ്ടിലും മീശയിലും എല്ലാം തട്ടുന്നുണ്ട്. അതിൻ്റെ വെപ്രാളം കൂടി കണ്ടപ്പോൾ കിച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. മരുന്ന് പുരട്ടി അവൾ നോന്ന് അവൻ മൂക്കിൻ്റെ ചുമന്ന ഭാഗങ്ങളിലെല്ലാം നന്നായി മരുന്ന് പുരട്ടിയിട്ടുണ്ടോ എന്ന് അവളൊന്ന് ഉറപ്പുവരുത്തി. നോക്കുമ്പോഴാണ് അവൾ കാണുന്നത് കണ്ണിൻ്റെ ഇരുവശത്തുമായി മരുന്ന് അല്പം കണ്ണിലേക്ക് വീഴത്തക്ക രീതിയിൽ കിടക്കുന്നത്. അവൾ കിച്ചുവിനോട് അനങ്ങരുത്, താൻ പോയി കൈ കഴുകിയിട്ട് ഇപ്പോൾ വരാമെന്ന് ആംഗ്യത്തിൽ പറഞ്ഞു. അതിനുശേഷം അവൾ പോയി കൈ കഴുകി അടുത്തേക്ക് വന്ന് ആ മരുന്ന് പുരട്ടിയത് ഒന്ന് ചെറുതായി നീക്കിയതും അത് നേരെ കണ്ണിലേക്ക് തന്നെ വീണു. മരുന്നിന് ചെറിയൊരു എരിവുള്ളത് കൊണ്ട് തന്നെ കിച്ചു പെട്ടെന്ന് തന്നെ കണ്ണ് തിരുമാൻ തുടങ്ങിയതും അല്പം വെപ്രാളത്തിൽ കിച്ചുവിൻ്റെ കയ്യിൽ കയറി അവൾ പിടിച്ച് തൻ്റെ ധാവണി ഷാൾ ഉപയോഗിച്ച് അതിൽ നിന്നും മരുന്ന് റിമൂവ് ചെയ്യുകയും ഒന്ന് ചെറുതായി ഒന്ന് ഊതിക്കൊടുക്കുകയും ചെയ്തു. അവളുടെ ശ്വാസം അവൻ്റെ ശരീരത്ത് തട്ടിയതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നന്ദിത അടുത്ത കണ്ണിൻ്റെ സൈഡിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന മരുന്ന് ശ്രദ്ധാപൂർവം നീക്കി. അവൾ നോന്ന് കിച്ചുവിനെ നോക്കിയതും കിച്ചു അപ്പോഴും ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുകയായിരുന്നു. അത് കണ്ട നന്ദിത കിച്ചുവിൻ്റെ കണ്ണിന് മുമ്പിൽ ഒന്നൊടിച്ചു. എന്നിട്ടും അവനിൽ നിന്നും പ്രതികരണമൊന്നുമില്ല എന്ന് കണ്ടതും അവൾ ഇരു കൈകൊണ്ടും കൈയൊന്ന് തട്ടി. അവൻ ഞെട്ടി. അതിനുശേഷം ആംഗ്യത്തിൽ അവനോടായി പറഞ്ഞു, 9 മണിയാകുമ്പോഴേക്കും ഇത് റിമൂവ് ചെയ്യണം. എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നറിയാമോ? ആദ്യം കോട്ടൺ വേസ്റ്റ് കൊണ്ട് പതിയെ വെള്ളം നനച്ച് മരുന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം അല്പം വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞാൽ മതി. അതും ശ്രദ്ധാപൂർവം കണ്ണിൽ വീഴാതെ തന്നെ ചെയ്യണം എന്ന് ആംഗ്യത്തിൽ അവന് മനസ്സിലാകത്തക്ക വിധത്തിൽ അവൾ പറഞ്ഞ് മുന്തിരിയെ ഒന്ന് നോക്കി. മുന്തിരി അവളുടെ നോട്ടം കണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ആംഗ്യത്തിൽ കിച്ചുവിനോട് പറഞ്ഞതെല്ലാം അവളോടായി പറഞ്ഞു. ഇനി അതൊന്നും മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. ഒരു ചെറുചിരിയോടെ കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് മുന്തിരി അവനെ ആകമാനം ഒന്ന് നോക്കി. എന്താടി പെണ്ണെ നീ ഇങ്ങനെ നോക്കുന്നേ? അതേ, ചേച്ചി പറഞ്ഞത് വല്ലതും മനസ്സിലായോ? അവൾ പറഞ്ഞ് കുറേയൊക്കെ മനസ്സിലായി. പിന്നെ നന്ദിത മുന്തിരിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഒരു കാര്യം കൂടി ചേച്ചി പറഞ്ഞു കേട്ടോ എന്തെന്നർത്ഥത്തിൽ അവൻ ചോദിച്ചതും, അതേ, ടേബിളിൻ്റെ പുറത്ത് മരുന്ന് വെച്ചിട്ടുണ്ടെന്നും അത് ഒരു 4 മണിയാവുമ്പോഴേക്കും എടുത്ത് പുരട്ടണമെന്നും പറഞ്ഞു. പിന്നെ അതുകൂടാതെ ഒന്നുകൂടി പറഞ്ഞു, നിന്റെ ചേട്ടൻ ഇതുപോലെ വായി നോക്കാൻ തുടങ്ങുകയാണെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ഇതുപോലെ മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ട് ഇങ്ങനെ
വിടാതെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാം എന്ന് പറഞ്ഞുവെന്ന്. അവൾ പറഞ്ഞത് എല്ലാം അവനോട് പറഞ്ഞ് ഒരു ചിരി തൂകി അവളും അവിടെ നിന്ന് പുറത്തേക്ക് പോയി.